ബോളിവുഡിലെ ഗംഭീര ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുന്ന വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ 2 വീഡിയോകളിലായിട്ട് ഏകദേശം നമ്മൾ 8ഓളം സിനിമകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകൾ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് കാണാൻ പറ്റുക എന്നുള്ളത് കൂടി ഞാൻ കമൻറ്റ്സിൽ ഉൾപ്പെടുത്താം. ടാക്കിസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്കൊരു സ്പൈ ത്രില്ലർ സിനിമയിൽ നിന്ന് തുടങ്ങാം. സ്പെഷ്യൽ 26 എന്ന് പറയുന്ന വൻ വിജയത്തിന് ശേഷം നീരജ് പാണ്ഡെയും അക്ഷയ് കുമാറും വീണ്ടും ഒന്നിച്ച സിനിമയാണ് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ബേബി എന്ന് പറയുന്ന സിനിമ. അക്ഷയ് കുമാറിനെ കൂടാതെ താപ്സി, അനുപം ഖേർ, കെ മേനോൻ, റാണ ദഗുപട്ടി തുടങ്ങിയവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേബി എന്ന് പറയുന്നത് തീവ്രവാദി ആക്രമണങ്ങളെ ചെറുക്കാനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ പേരാണ്. അവരുടെ ഒരു ഓപ്പറേഷൻ്റെ കഥയാണ് ബേബി പറയുന്നത്. ഒരു ഗംഭീര സിനിമയാണത്. ഇന്ത്യൻ സിനിമയിൽ ഈ സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ വന്നിട്ടുള്ള സിനിമകളിൽ കുറച്ചൊക്കെ ഒരു അതിഭാഗത്വം കലരാതെ എടുത്തിട്ടുള്ള വളരെ നീറ്റായിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണിത്. രണ്ടാമത്തെ സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. കാർത്തിക് എന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ടിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒരു ദിവസം കാർത്തികിന് ഒരു അപരിചിതനിൽ നിന്നൊരു കോള് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാമെന്നും ആഗ്രഹിക്കുന്നതൊക്കെ നിറവേറ്റാൻ സഹായിക്കാമെന്നൊക്കെയാണ് അപ്പുറത്തുള്ള ആൾ പറയുന്നത്. സിനിമയുടെ പേര് കാർത്തിക് കോളിംഗ് കാർത്തിക്. ഫർഹാൻ അക്തർ, ദീപിക പദുക്കോൺ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രൊഡിക്റ്റബിൾ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് സിനിമയുടെ ജോണർ തന്നെ മാറിപ്പോയോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയാണിത്. 2010 ഈ ഒരു കൺസെപ്റ്റിലൊരു സിനിമ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. ഇപ്പോഴും തീർച്ചയായിട്ടും വാച്ചബിലിറ്റിയുള്ള സിനിമ തന്നെയാണ് കാർത്തിക് കോളിംഗ് കാർത്തിക്. അനുരാഗ് കശ്യപ് സിനിമകളുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ, റോ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളായിരിക്കും. അതുതന്നെയാണ് ആ സിനിമകളുടെ ഒരു ഭംഗിയും. ഇവിടെ ഒരു ചൈൽഡ് മിസ്സിംഗ് കേസ് നടക്കുന്നു. സാധാരണ സിനിമകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് പിന്നീട് കൂടുതൽ ഫോക്കസ് നൽകുക. എന്നാൽ ഈ സിനിമയിൽ എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ നോക്കിക്കാണുന്നത്, അതിനെന്തിനൊക്കെയുള്ള അവസരങ്ങളായിട്ട് അവർ കണക്കാക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നുണ്ട്. അല്പം വേറിട്ട രീതിയിലുള്ളൊരു സിനിമയാണിത്. സിനിമയുടെ പേര് അഗ്ലി. 2013 പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ്. എഴുത്ത്, നിർമ്മാണം, സംവിധാനം അനുരാഗ് കശ്യപ്. ഈ സിനിമയുടെ എൻഡിങ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അവസാനത്തെ ചിത്രം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ്. ലണ്ടനിൽ നിന്നും കൊൽക്കത്തയിലേക്ക് തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങുന്ന ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ കഥ പറയുന്ന വിദ്യാബാലൻ നായികയായിട്ട് എത്തിയിട്ടുള്ള സുജയ് ഘോഷ് സംവിധാനം ചെയ്ത സൂപ്പർ ഡ്യൂപ്പർ ത്രില്ലർ സിനിമ കഹാനി. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും പെർഫോമൻസുകൾ കൊണ്ടും തിരക്കഥ കൊണ്ടും ഒക്കെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഉറപ്പായും കണ്ടിരിക്കേണ്ട പടം.